ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും മുകളിൽ കൂടെ പോയി നോക്കാം. ഈ വഴി ഇങ്ങനെ അങ്ങ് മുകളിൽ കയറാനുണ്ട്. അവരൊക്കെ കൂടെ വന്നവരൊക്കെ തിരിച്ചു പോവേണം. അവർക്ക് അങ്ങോട്ട് കയറാൻ വയ്യെന്ന്. എന്തായാലും ഇതുവരെ വന്നിട്ട് മാക്സിമം കയറാൻ പറ്റുന്നത് വരെ പോയി നോക്കണം. അപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ് നമ്മളെ വഴി നീണ്ട്. ആ വഴിയെല്ലാം ഇങ്ങനെ പാമ്പ് കാണും പോലെ കാണുന്ന വഴിയെല്ലാം കയറി ഇവിടെ വന്ന് കുറച്ച് റെസ്റ്റ് എടുത്തപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ച്. പിന്നൊരു പേരുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ പേര്, ഞാൻ മറന്നു. മുമ്പ് ഇവിടെ കേട്ടിട്ടുണ്ട്. ലഡാക്കിൽ പോയപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെയാണ് പോകാനുള്ളത്. വഴി ഇങ്ങനെ കിടക്കുകയാണ്. വന്നവരൊക്കെ പാതിയിൽ നിന്ന് തിരിച്ചു പോയി. എന്തായാലും അതുവരെ പറ്റുന്ന അത്രയും കയറാതെ പോകണം, ശരിയല്ല. അപ്പം ഇങ്ങനെ വഴി കിടക്കുകയാണ് അങ്ങോട്ട്. ഞാൻ ഒറ്റയ്ക്ക്. ഇങ്ങനെ നടുക്ക് ചെയ്തു വെച്ചാൽ കൊള്ളാതെ നല്ല രസമുണ്ട്. ഒരു കല്ല് അവിടെ ഇരുന്ന് ബാക്കിയുള്ള കല്ലെല്ലാം ഞാൻ ചെയ്തത്. അപ്പോൾ മുകളിലോട്ട് ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ താഴേന്ന് ഈ കാണുന്ന വഴിയെല്ലാം ഇങ്ങനെ നടന്ന് കയറി താഴ്ന്നതാണ് ഇവിടെ നിൽപ്പുണ്ട്. ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരാൾ ഒരു ചെമടും കൊണ്ടതാ പോണ്. അല്ല, ഈ ഭാഗത്ത് കാണാം ഒരാൾ അതാ ചെമടുമായിട്ട് അങ്ങനെ നീങ്ങണം. ഇവിടെ ഒറ്റയ്ക്ക് നമുക്ക് നടന്ന് കയറാൻ പറ്റണില്ല. അന്നേരം അങ്ങേര് എവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് അറിഞ്ഞൂടെ, ചെമടുമായിട്ട് നടക്കുകയാണ്. ആ മലയൊക്കെ മൂടൽ മഞ്ഞ് കൊണ്ട് മൂടി. ഇങ്ങനെ നടക്കണം. അവിടെയൊക്കെ നല്ല രസമാണ് കാണാൻ. എല്ലാം മൂടൽ മഞ്ഞായി. വഴിയൊന്നും അറിഞ്ഞൂടാ. കണ്ടുപിടിച്ച് പോണം. നടന്നിങ്ങനെ വരുമ്പോൾ രണ്ട് വഴി കാണുന്നുണ്ട്. ഒന്നിതാ ഈ വഴിയും ഒന്ന് ഈ വഴിയും. ഇവിടെ എഴുതി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നേരെ ഒന്നും തെളിയുന്നില്ല എഴുത്ത്. ഇങ്ങനെ ആരോ കൊടുത്തിട്ട് അങ്ങ് അവിടെ ഒരു പാറയിലും ഒരു ആരോ കൊടുത്ത് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം അവരെ കൂടെ വന്ന ഗൈഡ് പറഞ്ഞത് വലിയ വഴി നോക്കി പോകാനാണ്. വലിയ വഴി ഇതാണ്, ഇങ്ങനെ പോണതാണ് വലിയ വഴി. എന്തായാലും ഇരുട്ടല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മണി 2 1 മണിക്കൂറൂടെ നോക്കും. ഒന്നും കണ്ടുവിടാം മഞ്ഞ്, എന്നിട്ട് തിരിച്ചിടാം. അപ്പോൾ നമുക്ക് ഈ വലിയ വഴി ഇങ്ങനെ പോവാം. ഇവിടെ കാൽപ്പാടുകളൊന്നും കാണുന്നില്ല. ഇവിടെ ചവിട്ടിയാലും അറിയില്ല. ആൾക്കാർ പോയതിൻ്റെ പാടൊക്കെ ഉണ്ട്. ഇങ്ങനെ പോവാം. കുറേ കൂടെ മുകളിലോട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെയെല്ലാം ഐസായിട്ടിരിക്കുക.
ഐസായിട്ട് ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളം ഒലിച്ചു വരെ എല്ലാം അകത്ത് വലിയ പൊള്ളകളാണ് കണ്ടില്ലേ. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഐസ് മുകളിൽ നിന്ന് വെള്ളം ഒലിച്ച് വരെയാണ്. ഇതിൻ്റെ അടിയിലൊക്കെ വലിയ കുഴികളാണ്. ശരിയായ വഴിയിലാണോ പോണതെന്ന് സംശയമുണ്ട്. എന്നാലും ചിലയിടത്തൊക്കെ കാൽപ്പാടുകളൊക്കെ കാണാം. കണ്ട ഐസ്. നോക്കാം അങ്ങോട്ട് പോവേ ഐസ് കൂടി വരിക. മുകളിലോട്ട് കയറി വരുന്തോറും ഇങ്ങനെ ഐസിൻ്റെ വലിപ്പം കൂടി വരിക. ഈ ഐസ് മുകളിൽ നിന്ന് വരുന്നത് ഇപ്പോൾ 2 സൈഡായി. ഇങ്ങനെ മുകളിലോട്ട് കിടക്കാണ് വഴി. 3 മണി വരെ എന്തായാലും നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ തണുത്തു പോകും. ഇവിടെയൊക്കെ നല്ല തണുപ്പാണ്. ഇപ്പം തന്നെ ഗ്ലൗസൊക്കെ വലിച്ചിട്ടിട്ടാണ് നടക്കുന്നത്. ഇവിടെ ഒന്നും ആരും മരക്കില്ലെന്ന്, സീസണിൽ മാത്രമേ വരുള്ളൂ എന്നുണ്ട് ഇങ്ങോട്ടൊക്കെ. ഇവിടെ 5000 എത്രയാണ് മീറ്റർ പൊക്കം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് കയറിയിട്ട് പോകണത് നല്ലതാണ്. എന്തെങ്കിലും ഇന്നലത്തെ പോലത്തെ തലവേദന വിഷയമൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ആണെങ്കിൽ അറിയാം. ഇവിടെയൊക്കെ കയറിയ ഇങ്ങനെ കിടക്കുക വഴി. നമ്മളിപ്പോൾ 5000 മീറ്റർ മുകളിലാണ്. എന്താ ഇവിടെ കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വഴി ആ വഴിയോ ഇങ്ങനെ പോകണം മുകളിലോട്ട്. അവിടെ മുകളിൽ കുറേ ഇതൊക്കെ ഉണ്ട്, അങ്ങോട്ട് നോക്കാം. വഴി അപ്പുറത്തൂടെയാണെന്ന് തോന്നുന്നു. ആരൊക്കെ രാവിലെ നടന്നതിൻ്റെ പാടുണ്ട് ഷൂവിൻ്റെ. എന്നെപ്പോലെ ആരൊക്കെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് നടന്ന് നമ്മൾ കുറച്ച് മുകളിൽ കയറിയപ്പോൾ ഒരു നിരപ്പായ സ്ഥലം കണ്ടു. അവിടെയായിട്ട് ക്യാമ്പിങ് ടെൻറ്റുമൊക്കെ അടിച്ച സ്ഥലമാണെന്ന് തോന്നുന്നു. നല്ല കാറ്റ് വരുന്നുണ്ട്. കാറ്റ് അവിടെ നിന്ന് ഇങ്ങനെ എനിക്കറിയില്ല ബേസ് ക്യാമ്പിൻ്റെ സ്ഥലം വരെ ആണോ ഒന്നത്. ഇവിടെ ഒന്നും കാണാനില്ല. ഒരിതടിക്ക് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടെല്ലാം കോട കൊണ്ട് നിറഞ്ഞ്. ഇവിടെയൊക്കെ എന്തൊക്കെ ചല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇനി അങ്ങോട്ട് പോകണില്ല. ഇനി അങ്ങോട്ട് നൂന്ന് കിടക്കുകയാണ്. പക്ഷെ അറിഞ്ഞൂടെ എന്താണ് സംഭവം എന്ന്. ഇതാണ് ബേസ് ക്യാമ്പ് എന്നാണ് എൻ്റെ വിശ്വാസം.
ബാക്കി ടെൻ്റൊക്കെ അടിച്ച സ്ഥലങ്ങളാണ്. നല്ല കാറ്റ്, ഇങ്ങനെ ഐസ് ഒഴുകി നടക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ കുഴി എടുത്തിട്ട് ഇതിൽ ഒടുക്കുള്ള മരം നോക്കിയിട്ട് ഒരു മരം എടുത്ത് നടയാണ്. ഡാപ്ലാം ബേസ് ക്യാമ്പിൽ വന്നിട്ട് നമ്മളൊരു മരം നട്ടിട്ടുണ്ട്. എന്താവുന്നൊന്നും പറഞ്ഞൂടാ. അവിടെ ഒരു മരം നട്ടതാണ്, ഒരാൽമരം നട്ട് നോക്കിയതാണ്. പൊടിക്കുമെന്ന് അറിഞ്ഞുകൂടാ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതാണ് നട്ട ആൽമരം. ഫെബ്രുവരി 18-ാം തീയതിയാണ് നട്ടത്. ഫെബ്രുവരി 2024 ഫെബ്രുവരി 18-ാം തീയതിയാണ് ഈ മരം നട്ടത്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് നടക്കാം. തണുപ്പ് കൂടി വരെയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് 5000 മീറ്ററിൽ നിന്ന് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങണ വാക്കാണ് കാറ്റിങ്ങനെ അടിക്കുന്നത്. തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കുന്നത് നമ്മൾ ഇറങ്ങണ വാക്കിൽ നിന്നാണ്. ഇവിടെയൊന്നും ആരും കയറി വന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ 5000 മീറ്റർ മുകളിൽ കയറിയപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായില്ല. രാവിലത്തെ തലവേദന, ഇന്നലത്തെ രാത്രിയത്തെ തലവേദന. എനിക്കിന്നലെ നന്നായിട്ട് ഈ ഇരുട്ടി വന്നപ്പോൾ നന്നായിട്ട് ഓടി നടന്നായിരുന്നു. കുറേ കിതച്ച് ഓടി നടന്നായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കും എന്നാണ് തലവേദന ഉണ്ടായെന്ന് തോന്നുന്നത്.
ഇനിയിപ്പോൾ 5000 മീറ്റർ മുകളിൽ വന്നിട്ടും വലിയ പ്രശ്നമില്ല. ഈ തണുത്ത ഈ കാറ്റടിക്കുന്നതിൻ്റെയാണ് ഈ മഞ്ഞ് ജലദോഷം ഉള്ളത്. നമ്മളെ നദി ഇങ്ങനെ വന്ന്, നമ്മളെ തോടിങ്ങനെ വന്നു, തോടെന്ന് വേണം പറയുന്നതിനേക്ക്. നദിയെന്ന് പറഞ്ഞാൽ നദിക്ക് മോശം. നമ്മൾ ഐസ് തോട് ഇങ്ങനെ കിടക്കുകയാണ് താഴോട്ട്. ഇനി പാമ്പൂച്ചയിലൊരു മൊണാസ്ട്രി ഉണ്ട്, അവിടെ പാമ്പൂച്ച മൊണാസ്ട്രി ഉണ്ട്. അവിടെ ചെന്നിട്ട് ഇത് സമയത്തിന് ഇറങ്ങി അവിടെ കയറുകയാണെങ്കിൽ അവിടെ പോകണം. കണ്ടോ നദി ഇങ്ങനെ കിടക്കുക, കാറ്റ്. തിരിച്ചത് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് താഴോട്ട് നോക്കുമ്പോൾ ഫുള്ള് കോട, വഴിയൊന്നും കണ്ടുകൂടാ. ഈ മഞ്ഞിനകത്ത് കോടയ്ക്കകത്തൂടെ വേണം ഇറങ്ങിപ്പോവാൻ. ഇനി വഴി താഴെയാണ് വലിയൊരു നദി ഒരു മഞ്ഞിൽ നിന്ന് വെള്ളം പോണ സ്ഥലമാണ്. അയ്യോ, കയറി വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ചരക്കും വേറെ വഴിയില്ല, അങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ പോകണം. കയറിയപ്പോൾ വിചാരിച്ച് ഇറങ്ങാൻ ഈസി ആയിരിക്കുമെന്ന്. ഇറങ്ങാനാണ് ബുദ്ധിമുട്ട്, ചറുക്കി അങ്ങ് താഴെ പോകും. ഈ സ്റ്റിക്കുള്ളത് വളരെ നല്ലതാണ്, അവിടെ ഇടയിട്ട് കുത്തിപ്പിടിച്ച് പോവാം. അമ്മേ, ഇവിടെയൊക്കെ ചെറുക്കാൻ സാധ്യത കൂടുതലാണ്. ഇത് അങ്ങോട്ട് ഒന്നും കണ്ടുകൂടാ, ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഒരുവിധം ആ കോടമഞ്ഞിൽ നിന്നൊക്കെ ഇറങ്ങി ഇതാ ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് താഴോട്ടാണ് നമ്മളെ വഴി, ഇങ്ങനെ കിടപ്പുണ്ട് വഴി. അങ്ങനെ അങ്ങോട്ട് കയറിയ പാലമൊക്കെ എത്തി. ഇനി ഒരു അരമണിക്കൂറൂടെ അല്ല, തേരിയുണ്ട് ഇവിടെ നിന്ന്. 1 മണിക്കൂറൂടെ നടന്നാൽ അങ്ങെത്തും. മൊത്തം മഞ്ഞായി, പോയ വഴികളെല്ലാം മഞ്ഞ് മൂടി. ഇവിടെ സോളാറിൻ്റെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് പാലം കാണാൻ. നീതാ കിടക്കുക തേരി. ഇതിവിടെ കയറിയ രക്ഷപ്പെട്ടു. കോടമഞ്ഞ് ഇങ്ങനെ കിടക്കുക. ഇവിടെയൊക്കെ എന്തോ വാലി കെട്ടി വെച്ചിട്ടുണ്ട് പാലത്തിൻ്റെ ഭിത്തി ഇടിയാതിരിക്കാനേ. കല്ലൊക്കെ അടുക്കി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ തേര് കയറണം, ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് കയറാം. ഓടിയാണ് ഇറങ്ങിയത്. ഈ മലയൊക്കെ ഇടിഞ്ഞു വീഴാറായ കണക്കിന് ഇരിപ്പുണ്ട്. അങ്ങനെ തിരിച്ച് ഈ വഴി നേരെ നമ്മൾ ഹോട്ടലിൻ്റെ അടുത്തോട്ടുള്ള സ്ഥലത്തായി. നമ്മളവിടെ കണ്ടത് അതിൻ്റെ ബേസ് ക്യാമ്പ് ആണോ അറിഞ്ഞൂടാ. ഒരാൾ പറഞ്ഞ അവിടെ ബോർഡൊക്കെ കാണുമെന്ന്. എന്തായാലും നമ്മൾ ഈ താഴേന്ന് 5000 മീറ്റർ മുകളിൽ വരെ നടന്നു. പിന്നെ അങ്ങോട്ടൊന്നും കണ്ടുകൂടായിരുന്നു അവിടെ ബോർഡുണ്ടോ ഇല്ലയെന്നൊക്കെ. രാവിലെ നമ്മൾ തുണി നനച്ച സ്ഥലം ഇവിടെയാണ് എല്ലാവരും തുണി നനയ്ക്കുന്നത്. അവർ കയ്യിൽ ഒരു വാട്ടർ പ്രൂഫിൻ്റെ വലിയ ഗ്ലൗസ് ഇട്ടിട്ടാണ് നനയ്ക്കുന്നത്. ഞാൻ വെറും കൈ കൊണ്ടാണ് രാവിലെ നനച്ചത്. അതാണ് എൻ്റെ കൈയൊക്കെ റെഡിയായിപ്പോയത്. അപ്പോൾ ഇതാ എല്ലാം കോടയായി. അതിൻ്റെ ബോർഡ് കാണാൻ പറ്റിയില്ല മുകളിൽ. ബോർഡുണ്ടോ 5000 മീറ്റർ എന്ന് എഴുതിയിട്ടിരുന്ന ആ ഒരു സ്തൂപ പോലെ വെച്ചിരുന്നതാണോ എന്നറിഞ്ഞോളൂ. ഇനി കണ്ട് ചോദിക്കണം. അങ്ങനെ കണ്ട ഈ ഗ്രാമത്തിൻ്റെ ഹെലികോപ്റ്റർ പാടാണ് ലോതാ കാണുന്നത്. നേരത്തെ വീഡിയോയിൽ കാണാമായിരുന്നു. മൊത്തം കോട നിറഞ്ഞ് റെഡി ആയിട്ടുണ്ട്.
പുതിയ മാസത്തിലേക്ക്, അടുത്ത മാസത്തിലേക്ക് പണി നടക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. പ്ലംബിങ്ങും ആശാരിപ്പണിയും ഒക്കെ തകർത്ത് നടക്കുകയാണ്. നമ്മൾ താമസിക്കുന്ന ഇവിടുന്ന് 3-ാമത്തെ എന്താ ഒരു യാക്ക് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. കണ്ടോ, തണുപ്പ് മാറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഹായ്. നോ. നമ്മളെ രാവിലെ തുണി നനയ്ക്കാൻ വന്ന ചേട്ടായി അതാ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുവിധം നടന്ന് ഇവിടെ എത്തി. അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്, അവിടോട്ട് കയറണോ വേണ്ടെന്നുള്ള ആലോചനയല്ല. കാലൊക്കെ നല്ല വേദന, നടന്ന് കാലൊക്കെ നല്ല വേദന. ആദ്യം പോയി തുണി നനച്ചിട്ടത് മഞ്ഞത്ത് എന്താ എന്ന് നോക്കണം. ഇവരൊക്കെ നനച്ചുകൊണ്ട് ഇതാ ഇവിടെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. നമ്മളത് എന്താണെന്ന് അറിഞ്ഞൂടാ, നോക്കാം. അങ്ങേരിതാ. ഹലോ, നമസ്തേ. അങ്ങേര് ഇവിടെ ഉണ്ട്. ഹായ്. ഗുഡ്.